ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായ കറുത്ത പൊന്നു കുരുമുളക്. ഈ കുരുമുളക് സെയിൽ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഐറ്റാണ് കുരുമുളക്. അതുകൊണ്ട് തന്നെ അതിന്റെ ഔഷധ മൂല്യങ്ങൾ അറിയുന്ന ആൾക്കാർ അത് മേടിക്കാനും തയ്യാറാവും. അപ്പോ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എണ്ണ നീക്കം ചെയ്തതും ഗുണനിലവാരം കുറഞ്ഞതുമായ കുരുമുളകാണ് ഇന്ന് മാർക്കറ്റിൽ കൂടുതലായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് നിങ്ങളൊരു ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ അത് മേടിക്കാനുള്ള ആൾക്കാരുടെ മൂല്യം കൂടുതലായിരിക്കും. അസംസ്കൃത വസ്തുവായ ഈ കുരുമുളക് നമുക്ക് പ്രാദേശികമായി തന്നെ സംഭരിക്കാൻ പറ്റും. കർഷകരിൽ നിന്ന് കിട്ടുന്ന കുരുമുളക് നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത് നമുക്കിങ്ങനെ കഴുകി ഉണക്കി ലൂസായിട്ട് മാർക്കറ്റിൽ കൊടുക്കാം. അല്ലാതെ കുരുമുളക് പൊടിച്ച് പൗഡർ ആക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ട മെഷീൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചില്ലി ഗ്രൈൻഡർ, പിന്നെ നമുക്ക് ഇതിനെ തൂക്കം നോക്കാം ഒരു വെയ്റ്റിംഗ് മെഷീൻ, പിന്നെ ഇതിന്റെ പാക്കിംഗ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീലിംഗ് മെഷീൻ. ഈ 3 മെഷീനുകളാണ് നമുക്ക് ഇതിന് ആവശ്യം. ഇനി അതിനും പുറമെ നമുക്ക് ഈ ഗ്രൈൻഡർ ഒന്നും മേടിക്കാൻ നമ്മുടെ കയ്യിൽ അതിനുള്ള മുതൽ മുടക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു പൊടിപ്പിക്കുന്ന മില്ലിൽ പോയിട്ട് കുരുമുളക് പൊടിപ്പിച്ച് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മിക്സി ഉപയോഗിച്ചും നമുക്കത് ഫൈൻ പൗഡർ ആക്കി പൊടിച്ച് അതിന്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാണ്ട് നമുക്ക് നല്ലൊരു പാക്കിങ്ങോടുകൂടി ഇത് വിപണിയിൽ എത്തിക്കാൻ പറ്റും. ബിസിനസ് മെച്ചപ്പെടുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ അതിന്റെ മെഷീനറീസ് മേടിക്കാൻ നോക്കിയാൽ മതി. അല്ലാണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അതിൽ ഇറക്കിയിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനായിട്ട് നല്ലത് ഏറ്റവും താഴെ നിന്ന് ഏറ്റവും ലോ ഇൻവെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. പ്രതിമാസം 1000 കിലോ കുരുമുളക് നമ്മൾ കർഷകരിൽ നിന്ന് ശേഖരിച്ച് നമ്മൾ ഇത് മാർക്കറ്റിൽ എത്തിക്കാൻ തയ്യാറാവുന്ന ഒരു യൂണിറ്റിന് ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ വരെ പ്രതിമാസം വരുമാനം ലഭിക്കാം. അതായത് എല്ലാ മുതൽ മുടക്കും കഴിഞ്ഞതിന് ശേഷം 50,000 രൂപയുടെ മുകളിൽ വരെ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കൊരു 50 ഗ്രാമിന് ഏകദേശം 99 രൂപ 100 രൂപ വരെ വിലയുണ്ട്. നമ്മൾ ഓൺലൈനിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 50 ഗ്രാമിന് 99 രൂപ 100 രൂപ വരെ ഇതിന് വില വരുന്നുണ്ട്. അപ്പൊ 1 കിലോ 1000 ഗ്രാം നമ്മൾ വിൽപ്പന ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2000 കിലോയുടെ താഴെയെങ്കിലും റേറ്റ് വരും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1000 കിലോ ഒരു മാസം നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയുടെ മുകളിൽ വരെ നമുക്ക് പ്രതിമാസം വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗുണനിലവാരത്തിൽ യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ വരുത്താണ്ടിരിക്കുക. കാരണം നമ്മൾ ഒരു വട്ടം വാങ്ങിച്ച ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ രണ്ടാമതും ആ പ്രോഡക്റ്റ് മേടിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണനിലവാരത്തിൽ അതിന്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും വരുത്താതെ തന്നെ നിങ്ങൾ ഇത് മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം നല്ലൊരു പാക്കേജിങ്ങും നല്ലൊരു ബ്രാൻഡിങ് നെയിമും നിങ്ങൾ അതിന് കൊടുക്കാൻ നോക്കാം. പിന്നെ പാക്കേജിങ് ചെയ്യണം, അതിന്റെ പാക്കേജിങ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഹോൾസെയിൽ ഡീലേഴ്സിന് കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൈസ് റേഞ്ചിൽ നല്ല പാക്കേജിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ത്യ മാർട്ടിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇതിന് വേണ്ട ലൈസൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആണ്, അതുകൂടി നിങ്ങൾ എടുക്കാൻ നോക്കുക. അതിനുശേഷം മാത്രം ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വിറ്റുവരവ് എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് മാത്രം നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഒരിക്കലും നമുക്ക് നഷ്ടത്തിലേക്ക് നമ്മുടെ ബിസിനസ് പോകാതെ നമുക്ക് നോക്കാം. പിന്നെ ഇതിനു വേണ്ട മെഷീനറികൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് വ്യവസായ വകുപ്പിന്റെ സബ്സിഡി ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ലൈസൻസ് ത്രൂ ആണ് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ലൈസൻസ് എടുത്തിട്ടാണ് നിങ്ങൾ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്യണേ. അങ്ങനെ വേണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ വ്യവസായ വകുപ്പിന്റെ ഒരുപാട് ലോണുകളും സബ്സിഡികളും ലഭിക്കാനുള്ള ചാൻസും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് ഇത് ലോക്കൽ മാർക്കറ്റുകളിൽ വിൽക്കാം, അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ വിൽക്കാം. അതിലും പുറമെ നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ആണ് എക്സ്പോർട്ട് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കുരുമുളക്. അത് നമുക്ക് ലൂസായിട്ടും കുരുമുളക് കൊടുക്കാം, അതുപോലെ തന്നെ പൗഡർ ആക്കിയിട്ടും കൊടുക്കാം. ഇങ്ങനെ 50 ഗ്രാം 100 ഗ്രാം 250 ഗ്രാം പാക്കറ്റുകളിൽ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ വിൽപ്പനയും ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ബിസിനസ് ഐഡിയകൾക്ക് വേണ്ടിയും ആശയങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.